സംസ്ഥാനത്തെ റേഷൻ വിതരണ രംഗം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച സമിതി കഴിഞ്ഞ ജനുവരിയിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാനോ പരിഹാരം കാണാനോ സർക്കാർ ഇടപെടുന്നില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി. ഈ സാഹചര്യത്തിലാണ് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. റേഷൻ വ്യാപാരികളുടെ ജീവന പര്യാപ്ത വേതനം ഉടൻ പ്രഖ്യാപിക്കുക, വാതിൽപ്പടി വിതരണം നടത്തുമ്പോൾ യഥാർത്ഥ തൂക്കത്തിൽ റേഷൻ കടയിൽ റേഷൻ സാധനങ്ങൾ എത്തിച്ചു നൽകുക, റേഷൻ കാർഡ് വിതരണം പരാതികൾ ഒഴിവാക്കി അനർഹരായ മുഴുവൻ ആളുകളെയും ഒഴിവാക്കി അർഹരെ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കുക, 6 മാസത്തെ കമ്മീഷൻ കുടിശ്ശിക ഉടൻ നൽകുക, അതാത് മാസം തന്നെ വേതനം ലഭിക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംഘടന മുന്നോട്ട് വെക്കുന്നത്. തൂക്കത്തെ കുറഞ്ഞ സാധനം കിട്ടുന്നത് മണ്ണെണ്ണ ബാരലിൽ 5 ലിറ്റർ 6 ലിറ്റർ 10 ലിറ്റർ വരെ കുറവുണ്ട്. അരി ഒരു ലോഡ് അരിയിൽ 2-3-4 കിൻഡൽ അരി കുറവുണ്ട്. ഇതെല്ലാം ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ശരിയായ തൂക്കത്തിൽ കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇത് ഞങ്ങൾ അതിനൊരു സൗകര്യമില്ല. കടകളിൽ എത്തിച്ച് ഞങ്ങൾക്ക് തൂക്കാനൊരു സൗകര്യമില്ല. അവിടുന്ന് തൂക്കി തരുന്നത് ഞങ്ങൾ ഒരു ഏജൻസി ഉണ്ടാവും. ആ ഏജൻസി ഞങ്ങൾക്ക് എത്തിച്ചു തരിക ചെയ്യാറ്. അപ്പം അത് കടയിലെത്തുമ്പോൾ അത് തീരെ അവസാന നിമിഷം നോക്കുന്ന സമയത്താണിത് ഇത്ര ഷോർട്ട് ഉണ്ട് എന്ന് മനസ്സിലാവുക. ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കുക വഴി റേഷൻ വിതരണ രംഗത്തെ കേന്ദ്രം അസ്ഥിരപ്പെടുത്തുകയാണെന്നും വ്യാപാരികൾക്ക് പരാതിയുണ്ട്. സംസ്ഥാനത്തിനുള്ള അരി വിഹിതം വെട്ടിക്കുറച്ചതും നോൺ പ്രയോറിറ്റി വിഭാഗത്തിലുള്ളവർക്ക് ഗോതമ്പ് ആട്ട വിതരണം നിർത്തലാക്കിയതും മണ്ണെണ്ണ വിഹിതം വെട്ടിക്കുറച്ചതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കൂടാതെ ഭക്ഷ്യധാന്യങ്ങൾക്ക് വില കൂട്ടിയതോടെ റേഷൻ വിതരണ രംഗം മുൻപെങ്ങും ഇല്ലാത്ത പ്രതിസന്ധി നേരിടുകയാണെന്നും വ്യാപാരികൾ പറയുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.